ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ഏത് പരാജയപ്പെട്ടവനെയും, ഏത് തോറ്റുപോയവനെയും, ഏത് കഠിന പാപികളെയും, എത്ര അഗാധ തലത്തിൽ തകർന്നു പോയവനെയും വിജയത്തിലേക്ക് എത്തിക്കുന്ന, പടുത്തുയർത്തുന്ന ഒന്നാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതൊക്കെയോ നന്മകൾ, ഏതൊക്കെയോ സൗഖ്യങ്ങൾ, ഏതൊക്കെയോ വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം നിനക്കായി സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ശാലോം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ, വിമല പാതയിൽ എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷകൾ അതിൻ്റെ 11ാമത്തെ ദിവസത്തിലാണ് നാം എല്ലാവരും ഇന്നായിരിക്കുന്നത്. ഞാനും നിങ്ങളും ഈ വചനം കേൾക്കുന്നത് ഒരു നിയോഗത്തോടു കൂടെയാണ്. നമ്മൾ എഴുതി സമർപ്പിച്ച, നമ്മുടെ കുടുംബത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങളും ചില ആവശ്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ഈ 11ാമത്തെ ദിവസം ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന, അതിനായി നമ്മളെ ഒരുക്കുന്ന 11ാമത്തെ ദിവസത്തിൽ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടെ ഈ സമയത്തെ അല്പസമയം ഒന്ന് മാറ്റാം. പ്രാർത്ഥിക്കുന്ന സമയം എപ്പോഴും ഒരു പ്രോഗ്രാം നടക്കുന്ന, ഒരു ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലമല്ല. അതെപ്പോഴും ദൈവവചനം പ്രസംഗിക്കുന്ന ആ ഒരു സമയം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയം കൂടിയാണ്. അതൊരു പ്രോഗ്രാം മാത്രമല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിലൂടെ, ഈ ശാലോം ടെലിവിഷനിലൂടെ ഞാനെന്ന വ്യക്തിയുടെ സ്വരം പ്രാർത്ഥനയോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്കും നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്കും പരിശുദ്ധാത്മാവ് എത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ഏത് പരാജയപ്പെട്ടവനെയും, ഏത് തോറ്റുപോയവനെയും, ഏത് കഠിന പാപികളെയും, എത്ര അഗാധ തലത്തിൽ തകർന്നു പോയവനെയും വിജയത്തിലേക്ക് എത്തിക്കുന്ന, പടുത്തുയർത്തുന്ന ഒന്നാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ഭവനത്തിൽ, ആ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഈ വചനം കേൾക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാർത്ഥന കൊണ്ടൊന്നൊരുക്കുക. പല തിരക്കുകളുടെയും പല അസ്വസ്ഥതകളുടെയും ഒക്കെ നടുവിലും ഒരു അന്തരീക്ഷത്തിലൊക്കെ നിന്നുകൊണ്ടായിരിക്കും ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നമുള്ള, പ്രതിസന്ധിയുള്ള ഒരന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ തുറന്നു വച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിലുള്ള പലരും ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടാകാം. വേറെ എന്തെല്ലാം കാണാനുണ്ട്, അപ്പോൾ വാർത്ത കേൾക്കാനുണ്ട്, പല കാര്യങ്ങൾ അറിയാനുണ്ട്, അപ്പോഴാണോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇത് മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ ഒരു അത്ര പ്രാധാന്യമുള്ള, ഗൗരവമുള്ള ഒരു വചനമാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 11ാമത്തെ ദിവസം ആത്മീയമായി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഓരോ വചനത്തിനും ഒത്തിരി പ്രാധാന്യമുണ്ട്. വിലയുള്ള ഏതു കാര്യത്തിനും വില കൽപ്പിക്കണം. അപ്പോഴേ അതിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം വിലയുള്ളതാണ്. അതിന് വില കൽപ്പിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ നന്മ എനിക്ക് അനുഭവിക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, വചനം കേൾക്കുവാൻ ഒരുങ്ങുന്ന, ഈ ശാലോം ടി വിയിലൂടെ വചനം കേൾക്കുന്ന
വിദൂര സ്ഥലങ്ങളിലിരുന്നായിരിക്കും, സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരാളായിരിക്കും. എങ്കിലും ഈ വചനം നിങ്ങളുടെ ഭവനത്തിൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ ഈ അന്തരീക്ഷത്തിലിരുന്ന് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയ്ക്കും ദൈവിക ഇടപെടലിനും ഒരത്ഭുത ദൈവികമായ സാന്നിധ്യത്തിനും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും, ഓരോ യുവതിയുവാക്കളും, കുഞ്ഞുങ്ങളും, പ്രായമായവരും, ഏറ്റവും പ്രായം കുറഞ്ഞവരും, ആരൊക്കെ ആയിക്കൊള്ളട്ടെ, അവരെല്ലാം ഈ ദൈവവചനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിധിയിലുണ്ട്. നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വചനം പ്രസംഗിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കും, എൻ്റെ ഈ വിഷമം അത് മനസ്സിലാക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടം ഏതാണോ അത് മനസ്സിലാക്കുന്നൊരു ദൈവമാണ് ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, ഈ വചനം പ്രസംഗിക്കാൻ മാത്രമല്ല, ഇത് കേൾക്കുന്ന ഞങ്ങളെ ഇത് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ വചനങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതപ്പെട്ടതാണ്. അത് മനസ്സിലാക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണം. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിനാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്. ഇതേ പരിശുദ്ധാത്മാവ് നിങ്ങളെന്ന വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഇതേ പരിശുദ്ധാത്മാവ് ഇടപെടും. നിങ്ങളുടെ ചിന്തയെ, മനസ്സിനെ, ആലോചനകളെ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരു നിമിഷം ഒന്ന് ക്രമീകരിച്ച് ഒരു പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷത്തിലൊന്നായിരുന്ന് ഈ വചനങ്ങൾ കേൾക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഈ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞൊരു കാര്യം ഈ വചനം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഓർമ്മിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് അന്നേരം ഒരാശ്വാസം ഉണ്ടാകാറുണ്ട്, അന്നേരം ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞ് 5, 10, 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെയാകും. എൻ്റെ ആ ലഭിച്ച ഒരു സന്തോഷം പോകും, ആ സമാധാനം പോകും. വീണ്ടും പഴയ ടെൻഷനും അസ്വസ്ഥതകളെല്ലാം എന്നെ ഭരിക്കാൻ തുടങ്ങും. എനിക്ക് ഈ വചനം കേട്ട് 15 മിനിറ്റത്തേക്കൊക്കെ എനിക്കതിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. മറ്റൊരാൾ മറ്റൊരവസരത്തിൽ പറഞ്ഞ്, ഞാൻ ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കും, ഞാനൊരു ഡയറിയും കൊണ്ടുപോയി വയ്ക്കും, എൻ്റെ കയ്യിൽ എഴുതാൻ കൊള്ളുന്ന ഒരു പേനയും ഞാൻ സൂക്ഷിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്ന ആ വചനങ്ങൾ ഞാൻ അന്നേരെ ബൈബിൾ പരിശോധിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ഡയറിയിൽ അത് എഴുതും. നിങ്ങളുടെ ക്ലാസ് 15 or 20 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ആ ഡയറിയിൽ എഴുതി വെച്ച വചനങ്ങൾ ഞാൻ അതിനുശേഷം കുറേ സമയം എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന് അത് പ്രാർത്ഥിക്കും. എനിക്ക് ആ ലഭിച്ച അനുഗ്രഹം എന്നിൽ തന്നെ നിലനിൽക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈകളിലും ഒരു കാഴ്ചക്കാരനെ പോലെയോ കേവലം ഒരു കേൾവിക്കാരെ പോലെയോ ഒരു പ്രോഗ്രാം കാണുന്ന രീതിയിലല്ലാതെ ഒരു പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിലേക്ക് വന്ന് നിങ്ങളുടെ കൈകളിൽ തുറന്നൊരു ബൈബിൾ ഉണ്ടായിരിക്കട്ടെ, എഴുതാൻ കൊള്ളുന്നൊരു പേനയുണ്ടായിരിക്കട്ടെ, എഴുതി വയ്ക്കാൻ കല്ലുന്ന നിങ്ങളുടെ ഡയറി എടുത്ത് കയ്യിൽ പിടിച്ച് ആ വചനം ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. ആ വചനം എഴുതിയെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ 33 ദിവസം നമ്മൾ ഒരുങ്ങുമ്പോൾ അതൊരു സാധാരണ പോലെ കടന്നു പോകാതെ അതൊക്കെ നമുക്ക് അടയാളപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, അടയാളപ്പെടുത്താൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ വചനം ഒന്ന് എഴുതി വയ്ക്കുക. 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാനത് വായിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി ഞാനത് വായിക്കാം. അതിനകത്തുള്ള ഓരോ വാക്കുകൾക്കും ചെറിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച്. എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്താണ് സജ്ജീകരിക്കുക എന്ന് പറഞ്ഞാൽ?
നിങ്ങളുടെ വീട്ടിൽ 10 പേര് ഗസ്റ്റ് വരുമെന്നറിഞ്ഞാൽ നിങ്ങൾ ആ വീട് സജ്ജീകരിക്കും. 10:30 ഗസ്റ്റ് വരാൻ പറഞ്ഞിരിക്കുന്ന സമയമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് അല്ലെ തലേ ദിവസം തന്നെ തിണ്ണയും പരിസരങ്ങളെല്ലാം സജ്ജീകരിച്ച് ആ കസേരകളൊക്കെ ഓർഡറാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാ മുറികളും സജ്ജീകരിക്കും. ദൈവം നമ്മളോട് പറയുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ചില കാര്യങ്ങൾ ഒരുക്കി വയ്ക്കും. അതാണ് സജ്ജീകരിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കേൾക്കുന്നൊരു ദൈവസ്വരം ഇതാണ്: നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതൊക്കെയോ നന്മകൾ, ഏതൊക്കെയോ സൗഖ്യങ്ങൾ, ഏതൊക്കെയോ വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം നിനക്കായി സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട്, നിനക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതാണ് സാധാരണ മലയാളം, ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരു പെൺകുഞ്ഞു ജനിച്ച് കുറച്ച് പ്രായമാകുമ്പോൾ തന്നെ അപ്പനും അമ്മയും ആ വ്യക്തിക്ക്, ആ ഒരു മകൾക്ക് 20, 25, 28 വയസ്സൊക്കെ ആകുന്ന വരെ ആ ഒരു സമയത്തെ മുന്നിൽ കണ്ട് ആ മകൾക്ക് വേണ്ടി ചില സൂക്ഷ്മങ്ങളും ചില കരുതലുകളൊക്കെ നടക്കും. മക്കൾക്ക് വേണ്ടി എല്ലാം നടക്കുമെങ്കിലും കുറച്ച് കൂടുതലായി ചിലപ്പോൾ ഒരുക്കും. ഓരോ ദിവസവും ഓരോ മാസവും കിട്ടുന്ന സാലറിയിൽ ഒരു അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു കാര്യമായിരിക്കും. നമ്മൾ പോലും ഒരു അപ്പനും അമ്മയും ഒരു മകളെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം, അപ്പനായ ദൈവം പറയുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ ഒരുക്കി വയ്ക്കും, സജ്ജീകരിച്ചു വയ്ക്കും. സജ്ജീകരിച്ചിരിക്കുന്നവ, എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ, സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഇതുകൊണ്ടാണ് അത് കണ്ണുകൾ കൊണ്ട് ആരും കണ്ടിട്ടില്ല, ഒരു ചെവി കൊണ്ടും അത് കേട്ടിട്ടില്ല ദൈവം ഒരുക്കിയ കാര്യങ്ങളെക്കുറിച്ച്. അത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അത് ആസ്വദിച്ചിട്ടില്ലാത്തത് കൊണ്ടുമാണ് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, ആരാധിക്കുന്നത് കാണുമ്പോൾ, സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന കാണുമ്പോൾ പലരും നമ്മളെ കളിയാക്കുന്നത്. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളെപ്പോഴും ആരാധിക്കുകയാണ്, നിങ്ങളെപ്പോഴും ഇങ്ങനെയാണ്, നിങ്ങളെപ്പോഴും അങ്ങനെയാണ്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ, പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നത് ആ വ്യക്തിയുടെ കണ്ണ് കണ്ടിട്ടില്ല, നിങ്ങളുടെ കണ്ണുകൾ പോലും കണ്ടിട്ടില്ല, അത് ദൈവത്തിൻ്റെ കണ്ണുകളെ കണ്ടിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പിറകോട്ട് പോകരുത്. നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടി, നിങ്ങളെന്ന കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം സജ്ജീകരിച്ചു വച്ചിരിക്കുന്ന, അല്പം കൂടി സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, സൗഖ്യങ്ങളുണ്ട്, നല്ല ജീവിതമുണ്ട്, നല്ല ഭാവിയുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെങ്കിൽ ഈ വചനം ഈ 11-ാമത്തെ ദിവസം ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കുക, ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ, ഒരുക്കിയിരിക്കുന്നവ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ആസ്വദിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്നുവരെ കാണാത്ത, കേൾക്കാത്ത ഒരു പുതിയ നന്മയും ഒരു പുതിയ വിടുതലും അനുഗ്രഹവും സ്വർഗത്തിലെ ദൈവം ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന 11-ാമത്തെ ദിവസം, പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ കുടുംബത്തിൽ സ്വർഗത്തിലെ ദൈവം തരാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത്. ഈ ദൈവം ഒരുക്കിയിരിക്കുന്നവ എന്ന വാക്ക് അതൊത്തിരി അർത്ഥമുള്ള വാക്കാണ്. ദൈവം ഒരുക്കിയിരിക്കുന്നവ, ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ, എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. എന്ത് സജ്ജീകരിച്ചിരിക്കുന്നു എന്നായി പറയുന്നത്? ഞങ്ങൾക്കതൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിച്ചും ചില അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുള്ളൊരു ഭക്തൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു മനുഷ്യൻ പറഞ്ഞത് അങ്ങനെയാണ്, എനിക്കെപ്പോൾ സങ്കടങ്ങൾ വരുമെങ്കിലും ഞാൻ ഉടനെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറും, എൻ്റെ വാതിലും ആ പ്രാർത്ഥനാ മുറിയുടെ ജനലും ഞാൻ അടയ്ക്കും, ഞാൻ എൻ്റെ ഫോണെല്ലാം സൈലൻ്റാക്കി ഞാൻ മാറ്റിവെക്കും, ഫോൺ നോക്കുകയോ ഒന്നും ചെയ്യത്തില്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളും
ദുഃഖങ്ങളൊക്കെ നിങ്ങൾക്കുള്ളൂ. 1000 പേരോട് പ്രാർത്ഥന ചോദിക്കും, പക്ഷേ അവരവർ ചിലപ്പോൾ പ്രാർത്ഥിച്ചുവെന്ന് വരില്ല. 1000 പേർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേക്കാൾ വിലയുണ്ട് നീ എന്ന വ്യക്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ. കാരണം ദൈവം നിനക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന വിശ്വാസത്തിൽ കുറവുള്ളവരോ പ്രാർത്ഥനയെ വിമർശിക്കുന്നവരോ നിങ്ങളുടെ ഭവനത്തിൽ കാണാം. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും മോശമായ വാക്കുകൾ ചിന്തിക്കുന്നവരുണ്ടാകാം, ഇതിനെ വിമർശിക്കുന്നവരുണ്ടാകാം. ഇതെല്ലാം ഈ ടി വി തന്നെ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയുന്നവരുണ്ടാകാം. എപ്പോൾ നോക്കിയാലും ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടാകാം. അവരും കേൾക്കെ ദൈവത്തിൻ്റെ സ്നേഹമുള്ളൊരു വാക്ക് പറയുകയാണ്. ദൈവം നിനക്ക് വേണ്ടി, വിമർശിക്കുന്ന നിനക്ക് വേണ്ടി പോലും സ്വർഗത്തിലെ ദൈവം ചില നന്മകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് ഒരുക്കി വച്ചിട്ടുണ്ട്. അത് വഴിയേ പോകുന്നവർക്കല്ല, വിമർശിക്കുന്നവർക്കല്ല, വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുക. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. കുറച്ച് വചനങ്ങൾ മാത്രമായിരിക്കും ഈ അരമണിക്കൂർ സമയത്ത് നിങ്ങൾ കേൾക്കുക. അതിനകത്ത് എന്തെങ്കിലുമുള്ള കുറേ വചനങ്ങളായിരിക്കില്ല. അത് ജീവിതവുമായി ക്ലബ്ബ് ചെയ്യാൻ കഴിയുന്ന, അത്രമേൽ മറക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയ പലകയിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന വചനങ്ങളാണ്. ഈ വചനത്തിന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റും. ഈ വചനത്തിൽ നിങ്ങളെ വളർത്താൻ പറ്റും. ഈ വചനത്തിന് നിങ്ങളുടെ നിരാശകളെ മാറ്റാൻ കഴിയും. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ഡയറിയിൽ അത് എഴുതി വയ്ക്കുക. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ഈ കുഞ്ഞു വാക്യത്തിനകത്ത് ഒത്തിരി ആഴമുള്ള കുറേ വാക്കുണ്ട്. ഒന്നും കൂടെ അത് കേട്ട് നോക്കുക. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ ഇസ്രായേൽക്കാരോട് പറയുകയാണ് ദൈവം, നിങ്ങൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇവിടെ ഈ സ്ഥലത്ത് എത്തുന്നതുവരെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളും ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തുന്നതുവരെ കടന്നുപോയ വഴികളെല്ലാം ഒന്ന് ചിന്തിച്ച് ഒരു ഗ്രാഫ് വരച്ച് നോക്കിക്കേ. ജീവിതത്തിനുണ്ട് ഇതുപോലെ ഒരു ഗ്രാഫ്. ക്രിക്കറ്റിൻ്റെ സ്കോറ് ആ ഒരു പ്ലേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അതിൻ്റെ സ്കോറ് ഗ്രാഫിൽ TV സ്ക്രീനിൽ വരും. എൻ്റെ ഗ്രാഫ് ഇപ്പോൾ ആ കളി എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ച്. ഇതുപോലെ ജീവിതത്തിന് ഒരു ഗ്രാഫുണ്ട്. നമ്മുടെ ജീവിതവും 20 വയസ്സായിരിക്കാം, 30 ആയിരിക്കാം, 40 ആയിരിക്കാം, 60 ആയിരിക്കാം, 80 ആയിരിക്കാം, 100 ആയിരിക്കാം. കടന്നു വന്ന ഒരുപാട് വഴികളുണ്ട്. ജീവിതത്തിൽ കയറിയിറങ്ങിപ്പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കടന്നുപോയ വഴികളിലെല്ലാം, ആ വാക്ക് ശ്രദ്ധിക്കണം, കടന്നുപോയ വഴികളിലായിരുന്നു നമ്മൾ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങൾ. ഇന്നും നമ്മൾ കടന്നുപോയ വഴികളെ ഓർത്താണ് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്. ഇന്നും നമ്മളുടെ മനസ്സിലുണ്ടായ പല മുറിവുകളും ഈ കടന്നുപോയ വഴികളിൽ ഉണ്ടായതാണ്. പലരും വിമർശിച്ചതും പലരും വല്ലാതെ താഴ്ത്തിക്കെട്ടിയതും വിശ്വസിച്ച് ചേർന്ന് നിന്നപ്പോൾ ചതിച്ചവരും ഒറ്റപ്പെടുത്തിയവരും, നമ്മൾ ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ചവർ പോലും നമ്മളെ വല്ലാതെ ചതിച്ചതുമൊക്കെ കടന്നുപോയ വഴികളിലായിരുന്നു. പക്ഷെ ബൈബിളിലെ ദൈവം പറയുവാണ്, ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്നിട്ടൊരു ഉപമ പറഞ്ഞ്, ഒരു പിതാവ് തൻ്റെ മകനെ എന്ന പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു അപ്പൻ തൻ്റെ മകനെ എന്ന പോലെ എന്ന് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഒരപ്പൻ തൻ്റെ മകനെ അല്ലെങ്കിൽ ഒരു മകളെ കൊണ്ടു നടക്കുന്ന രീതി, കൈ പിടിച്ച് കൊണ്ടുപോകുന്ന രീതി, എടുക്കുന്ന രീതി, അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് ഒരപ്പൻ തൻ്റെ മകനെ കൊണ്ടുപോകുന്നത് പോലെ. അപ്പോൾ ദൈവം ഈ പ്രായം വരെ, ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ തകർന്നു പോകാത്തതിൻ്റെയും നശിച്ചു പോകാത്തതിൻ്റെയും വീണു പോകാത്തതിൻ്റെയും ആത്മഹത്യ ചെയ്യാൻ ഒരു കയറെടുക്കാത്തതിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷം കഴിച്ച് മരിക്കാം എന്ന് ചിന്തിച്ച സമയത്തും അതൊന്നും എടുക്കാതെയും നിങ്ങൾ അവിടെ നിന്നൊക്കെ കരകയറി രക്ഷപ്പെട്ട് വരാൻ കാരണം ഒരു പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളെന്ന വ്യക്തിയെ കരുതിയോ വഴികൾ ജീവിതത്തിൻ്റെ പുറകുവശത്തുണ്ട്. ജീവിതത്തിൻ്റെ താളുകൾ പുറകോട്ട് മറിച്ച് നോക്കുമ്പോൾ ഇതുപോലെ നടത്തിയ ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കും എനിക്കും കാണാൻ പറ്റും.
പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരു ശബ്ദത്തിൻ്റെ, ഒരു മൈക്കിൻ്റെ സഹായത്തോടെയുള്ള ഒരു പ്രസംഗമായിരിക്കില്ല നിങ്ങൾക്കിത് തോന്നുക, അല്ലെങ്കിൽ ഒരു പ്രസംഗമായിട്ടല്ല ഞാനിത് പറയുന്നത്. ഇത് ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യമാണ്. ഒരു പിതാവ് തൻ്റെ മകനെ എന്ന പോലെ കൊണ്ടു നടക്കുന്നത് പ്രിയപ്പെട്ട വ്യക്തികൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എത്രയോ പ്രതിസന്ധികളിൽ ദൈവം ഇതുപോലെ നിന്നെ നയിച്ചിട്ടുണ്ട്. എത്രയോ ഒറ്റപ്പെടലുകളിൽ ദൈവം ഇതുപോലെ നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇതൊക്കെ ദൈവം ഒരുക്കുന്ന കാര്യങ്ങളാണ്, ദൈവം ഒരുക്കുന്നതാണ്. അടുത്ത വാക്യം, കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ, ആ വാക്യം എഴുതിയിരിക്കുന്ന വഹിച്ചിരുന്നത്. വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് എടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവം പല സാഹചര്യങ്ങളിൽ നമ്മളെയൊക്കെ കൈകൊണ്ട് വഹിച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കി, എങ്ങനെയാണാവോ ആ പ്രതിസന്ധിയൊക്കെ ഈ ഞാനെന്ന വ്യക്തി അതിജീവിച്ചത്? എങ്ങനെയാണാവോ ആ വിഷയത്തെയൊക്കെ ഞാൻ അഭിമുഖീകരിച്ചത്, അതിനെ നേരിട്ടത്? ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ച ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. വഹിച്ച ഒരു ദൈവമുണ്ട്. എന്നിട്ട് എഴുതിയിരിക്കുന്നത് വഹിച്ചത് എവിടെ വെച്ച് കണ്ടു എന്നാണ്? മരുഭൂമിയിൽ വെച്ച്. ഹോട്ടലിൽ വെച്ചോ, അല്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളോടൊപ്പം സൗഹൃദം പങ്കിടുന്ന ഒരാഘോഷവേളയിൽ വെച്ച് കണ്ടു എന്നല്ല. മരുഭൂമിയിൽ വെച്ച്, ആരുമില്ലാത്ത, ചുട്ടുപൊള്ളുന്ന വെയിലും ചുട്ടുപൊള്ളിക്കുന്ന മണലും എല്ലാമുള്ള മരുഭൂമിയിൽ വെച്ച്, ആരുമില്ലാത്ത ഏകാന്തതയുടെ ഒരു പ്രത്യേക സാഹചര്യം, മരുഭൂമിയിൽ ആരുമില്ലാത്ത സമയത്ത് ഒരു പിതാവ് പുത്രനെ എന്ന പോലെ നിന്നെ വഹിച്ചത് നീ കണ്ടതാണല്ലോ. പ്രിയപ്പെട്ടവർ, ഇതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം, ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. ഈ കരുതൽ ഈ 11-ാമത്തെ ദിവസം, വിമലഹൃദയ പ്രതിഷ്ഠയുടെ 11-ാമത്തെ ദിവസം മറക്കാനാവാത്ത വിധത്തിൽ, മായ്ച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഈ 2 വചനങ്ങൾ ഹൃദയത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സൂക്ഷിക്കുന്ന ഡയറിയിലും എഴുതി വയ്ക്കുക. നിങ്ങളുടെ സ്വന്തം ബൈബിളിൽ പേന കൊണ്ട് വരച്ചു വയ്ക്കുക. ഇത് ജീവിതത്തിൽ ഇന്നും സത്യമാണ്. ദൈവം നയിക്കുന്ന വഴികൾ, ഇങ്ങനെ നയിച്ച വഴികളെക്കുറിച്ചാണ് 1-ാം അധ്യായം 31-ാമത്തെ വാക്യം കേട്ടു. ഇനി 33-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്. 33-ാമത്തെ വാക്യം, നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഇതൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാണാപ്പാടമായ ചില വചനങ്ങളാണ്. രാത്രി മേഘസ്തംഭം, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ഇതൊക്കെ വായിക്കുമ്പോൾ രാത്രി അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പൊതിയൽ അതിനകത്തുണ്ട്. രാത്രി അഗ്നിസ്തംഭം, പകൽ മേഘമായൊക്കെ നിൽക്കുമ്പം ഒരു കരുതലിൻ്റെ ഒരു പൊതിച്ചിൽ അവിടെ നിൽപ്പുണ്ട്. ഒരു ബുക്കൊക്കെ പൊതിയുന്നത് പോലെ ഈ ജനത്തെ ഈ മരുഭൂമിയിൽ ദൈവം ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും, ഒരു പാട്ടുകാരൻ പാടിയിട്ടില്ലേ, നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയതാണ്. തകർന്നു പോകേണ്ടവരായിരുന്നു, ഒന്നുമില്ലാണ്ടായി താഴോട്ട് പോകേണ്ടവരായിരുന്നു, ഡിപ്രഷനിൽ നിരാശയിൽ അങ്ങ് പെട്ടുപോകേണ്ടതായിരുന്നു. എന്താ പോകാഞ്ഞത്? എന്താ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എങ്ങനെ ഇങ്ങനെയൊക്കെ ചിരിക്കാൻ പറ്റുന്നെന്ന്, എങ്ങനെ ഇങ്ങനെയൊക്കെ മിണ്ടാൻ പറ്റുന്നു? ദൈവം എന്നെ ഇങ്ങനെ പൊതിഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് അടുത്തൊരു വാക്യം എഴുതിയിട്ടുണ്ട് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ. അതിലെഴുതിയിരിക്കുന്ന വാക്യമാണ് 4-ാമത്തെ വാക്യം. അതും കൂടെ വായിച്ചു കേട്ട് നമുക്ക് ഈ പ്രാർത്ഥനകൾ അവസാനിക്കാം. 3 വചനങ്ങളെ ശ്രദ്ധിച്ചത്. നിയമാവർത്തനം 8:4, ഈ 40 സംവത്സരവും നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിക്കീറിയില്ല, കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. കാലുകൾ 40 വർഷം ഇങ്ങനെ മരുഭൂമി കൂടെ നടന്നിട്ട് മാറി ഉടുക്കാൻ വസ്ത്രമില്ലാത്ത അവരുടെ വസ്ത്രം കീറിയിട്ടില്ലെന്ന്. 40 വർഷം ഉപയോഗിച്ച കീറാത്ത വസ്ത്രമുണ്ടോ? പക്ഷെ ഇവരുടെ കീറിയിട്ടില്ല. കാലുകൾ നീര് വന്നിട്ടില്ലെന്ന്. അതായത് നമ്മൾ സ്വന്തം നടന്നാലാണ് നീര് വരുന്നത്. കുറേ നാൾ നടന്നാൽ വിരലുകൾക്കും കാലുകൾക്കും നീര് വരും. എന്നാൽ ഇവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ കാലുകൾക്ക് വീങ്ങിയോ, നീര് വന്നോ? എന്താ കാരണം? എഴുതിയിട്ടുണ്ട് പുറകുവശത്ത്, ഒരു പിതാവ് പുത്രനെ എന്നപോലെ 40 വർഷം മരുഭൂമിയിൽ നിങ്ങളെ ഞാനിങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് വഹിച്ചിരുന്നതാണ്. നിങ്ങളത് കണ്ടതല്ലേ മരുഭൂമിയിൽ വെച്ച്? പ്രിയപ്പെട്ടവരെ, ഈ 11-ാമത്തെ ദിവസം നിങ്ങളെയൊന്ന് പ്രാർത്ഥിച്ച്, ഇതുപോലത്തെ ഒരു ദൈവമുണ്ട്. ഇത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്, ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. വിമർശിക്കുന്നവരും ഇത് കേൾക്കുക, ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും, ഈ വചനത്തെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ കൈവെള്ളയിൽ വഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ 11-ാമത്തെ ദിവസം സാധാരണ പോലെ നിങ്ങൾ എടുക്കരുത്. 10 ദിവസം കഴിഞ്ഞുപോയി. 11-ാമത്തെ ദിവസം ഒരു പടി കൂടെ വിശ്വാസത്തിലും വചനത്തിലും
കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഈ എഴുതിയ വചനങ്ങൾ ഇത് ക്ലാസ് കഴിയുമ്പോൾ TV റിമോട്ട് കൊണ്ട് ഓഫ് ചെയ്ത് പെട്ടെന്ന് പോകാതെ ആ വായിച്ച വചനങ്ങൾ ഒരു 5-10 പ്രാവശ്യം മനസ്സിരുത്തി മറ്റൊരാൾക്ക് ശല്യമോ വിഷമോ ഉണ്ടാകാത്ത വിധത്തിലൊന്ന് വായിച്ചു നോക്കണം. ദൈവം ഇതുപോലൊക്കെ നയിച്ചിട്ടില്ലേ എന്ന് അതിൻ്റെ താഴെ എഴുതി വെക്കണം. ഇത് സത്യം, ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല, എൻ്റെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, എന്നെയും ദൈവം ഇതുപോലാണല്ലോ നയിച്ചത് എന്ന് നിങ്ങൾക്കും തോന്നാൻ പറ്റും. കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 11ാമത്തെ ദിവസം ഈ കേട്ട വചനമുണ്ട്. ദൈവമേ, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്ന, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം സജ്ജീകരിച്ചു വച്ചിരിക്കുന്ന നന്മയുണ്ട്. ഈ 33 ദിവസത്തെ നിയോഗത്തോടെയുള്ള ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള വിമലപാതയിൽ എന്ന ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും ഒരു കടലാസിൽ എഴുതി ശാലോം ഓഫീസിലേക്ക് ഒരു സാക്ഷ്യം അയക്കാൻ കഴിയത്തക്ക വിധം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന 11ാമത്തെ ദിവസവും ഈ 33 ദിവസത്തിൻ്റെ ഭാഗമൊക്കെ അങ്ങനെ ആയിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനം നിങ്ങൾ മറക്കരുത്. ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചത് മറക്കരുത്. അതുകൊണ്ടാണ് ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ആ ധൈര്യമാണ് നമ്മുടെ ധൈര്യം, ആ ഒരു ശക്തിയാണ് നമ്മുടെ ശക്തി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഈ കേട്ട വചനത്തിലൂടെ ഈ 11ാമത്തെ ദിവസം തുടർന്നുള്ള ആരാധനയിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങുകയാണ്. ആരാധനയ്ക്കും ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ വചനത്തിൻ്റെ നന്മകൾ ദിവ്യകാരുണ്യത്തിലെ ഈശോ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയപ്പെടും. സ്വർഗത്തിലെ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പത്രോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സമൃദ്ധമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയ്ക്ക് മുമ്പ് ഈ വാക്യം പറയുകയാണ്. പത്രോസ്ലീഹ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സമൃദ്ധമായി നിങ്ങളോടുകൂടെ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു 33 ദിവസത്തിൻ്റെ 11ാമത്തെ ദിവസത്തിലാണ് പ്രാർത്ഥനയോടെ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ കേട്ടത്, ദൈവം സജ്ജീകരിച്ചിരിക്കുന്നത്, ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവി കേൾക്കുകയോ ഹൃദയം ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ്. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരും ഈ ദിവ്യകാരുണ്യത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങൾ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളും ഈശോ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആമേൻ. വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈ ആരാധനയിൽ നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ദൈവം നൽകിയ നന്മകൾ, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാം നമുക്ക് സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തെ നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, മഹത്വം നൽകുന്നു. കർത്താവേ, അങ്ങയെ ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കുവാൻ ഇടവരണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. യേശുവേ, സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. ദൈവം തന്ന നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. ചേർന്ന് പാടാം. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുമായി ഇരിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനത്തിലെ വചനമാണ് കണ്ടത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്, ഒരുക്കിയിരിക്കുന്നത്, അങ്ങനെ ഒരു കാര്യമുണ്ട്. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഒത്തിരി നന്മകളുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരുപാട് സൗഖ്യങ്ങളുണ്ട്, വിടുതലുകളുണ്ട്, അഭിഷേകമുണ്ട്. അതെല്ലാം നമ്മളിലേക്ക് പകരപ്പെടുന്ന ഈ ആത്മാവിൻ്റെ നിമിഷങ്ങളിൽ, ഈ ആരാധനയുടെ സമയത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ഏത് കാര്യത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ഏത് വിഷയത്തിലാണ് നിങ്ങളൊരു പരിഹാരം ആഗ്രഹിക്കുന്നത്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്.
അങ്ങനെങ്കിൽ ഈ 33 ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ ചില നിയോഗത്തോടെ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ സമർപ്പിക്കാം. ഈ വചനത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങൾ മാതാപിതാക്കളാകാം, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാകാം. പക്ഷെ നിങ്ങൾ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കാറില്ലേ? അങ്ങനെങ്കിൽ സ്വർഗത്തിലെ എൻ്റെ ദൈവം പ്രാർത്ഥിക്കുന്ന നിന്നോട്, ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിലെ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകളുണ്ട്, നിനക്കായി സജ്ജീകരിച്ചിരിക്കുന്ന നന്മകളുണ്ട്. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ആരാധനയിലൂടെ എൻ്റെ ഭവനവും എൻ്റെ ജീവിതവും എൻ്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടുന്നതിന് നന്ദി പറയുന്നു. ഈ ശബ്ദം, പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങുന്ന നിങ്ങളുടെ വീടിൻ്റെ ഓരോ മുറികളും ഈ ആരാധനയുടെ ശബ്ദം കൊണ്ട്, ഈ പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടാൻ ഇടവരട്ടെ. നിങ്ങളുടെ ഓരോ നിയോഗങ്ങളും ഒരു അത്ഭുതത്തിന് കാരണമാകട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം കണ്ണുകൾ കൊണ്ട് കാണാൻ ഇടവരുന്ന നിമിഷങ്ങളാകട്ടെ ഇത്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി ഒരു നിമിഷങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ കരങ്ങൾ അല്പം മടിയിൽ തുറന്നു വച്ചോ, അല്പം ഉയർത്തിപ്പിടിച്ചോ, നിങ്ങളുടെ സൗകര്യവും സാഹചര്യവും അനുസരിച്ച് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കൊടുത്ത് ഒരിക്കൽ കൂടി അധരം തുറന്ന് സാധിക്കുന്നത്രയും ശബ്ദത്തിൽ, മറ്റൊരാൾക്കൊരു വിഷമമുണ്ടാകുന്ന വിധത്തിലല്ല എങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുന്ന പോലൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ശാലോം ടെലിവിഷനിലൂടെ, ടി-വിയിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ, ലക്ഷക്കണക്കിന് ജനങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന 10,000-ഓളം ആളുകളെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഒരുപാട് പേര് കഷ്ടതയിലും ദുഃഖത്തിലും തകർച്ചയിലും ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. വിശ്വാസത്തിൻ്റെ വാതിൽ അടച്ചവരുണ്ട്, പ്രാർത്ഥനയുടെ വാതിൽ അടച്ചവരുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ ഇടയാകത്തക്ക വിധം ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഇപ്പോൾ അയക്കണമേ, അങ്ങയുടെ സാന്നിധ്യത്തെ അയക്കണമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കണമേ, ദൈവത്തിന്റെ കാരുണ്യം സംഭവിക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ സംഭവിക്കണമേ. ദൈവകൃപ ഇപ്പോൾ വർഷിക്കപ്പെടണമേ, ഈ വചനത്തിന്റെ അനുഗ്രഹം പകരപ്പെടണമേ. ദൈവം ഒരുക്കിയിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ, ചെവികൾ കൊണ്ടത് കേൾക്കാൻ, ഹൃദയത്തിൽ അത് ആസ്വദിക്കാൻ, അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സന്നിധി മതി യേശുവേ, വിശ്വാസത്തോടെ നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. വിശ്വസിച്ചുകൊണ്ട് പാടാം, വിശ്വസിച്ച്. നിൻ സന്നിധി മതി യേശുവേ, യേശുവേ, വിശ്വാസത്തോടെ. നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ ഈ സമയത്ത് ഒരുപക്ഷെ കിടപ്പ് രോഗികൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ മനസ്സ് ഡൗൺ ആയവരും ഒരുപാട് നിരാശയിൽ കഴിയുന്നവരൊക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം. ദൈവം നിങ്ങളെ കാണുന്ന, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നൊരു സമയമാണ്. ജീവിതത്തിൽ എനിക്ക് എവിടെയും പരാജയമാണല്ലോ,
ഞാൻ എന്തു ചെയ്തിട്ടും എനിക്കൊരു നന്മയും ഉയർച്ചയുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഡെസ്പായിട്ടിരിക്കുന്നവരുണ്ടാകാം, ഡൗണായിട്ടിരിക്കുന്നവരുണ്ടാകാം. ദൈവത്തിൻ്റെ കണ്ണുകൾ ഇപ്പോൾ നിങ്ങളെ കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇന്നത്തെ വചന പ്രഘോഷണത്തിൽ നിങ്ങൾ കേട്ട് കാണും. ആ വചനം എങ്ങനെയാണ്? നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു വന്ന വഴികളിലായിരുന്നു അപകടങ്ങൾ, കടന്നു വന്ന വഴികളിലായിരുന്നു പ്രതിസന്ധികൾ, കടന്നു വന്ന വഴികളിലായിരുന്നു വളരെ പരാജയങ്ങൾ, കടന്നു വന്ന വഴികളിലായിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ചില ദുരനുഭവങ്ങൾ. പക്ഷെ ബൈബിളിലെ ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത്, പരിപാലിച്ചിരുന്നത് എവിടെയേലും വെച്ച് കണ്ടു എന്നല്ല, മരുഭൂമിയിൽ വെച്ച് ആളും അർത്ഥവുമില്ലാത്ത ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ വെളിച്ചവും ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ ചുട്ടുപൊള്ളുന്ന മണലും ഉള്ള ഒരു ചുട്ടുപൊള്ളുന്നൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾ കണ്ടതാണല്ലോ ദൈവത്തിൻ്റെ കരം നിങ്ങളെ ഇങ്ങനെ വഹിച്ചു നയിച്ചു കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസത്തോടെ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് നിങ്ങൾ അനുഭവിച്ചതാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്, ആ ദൈവത്തിൻ്റെ കണ്ണുകൾ ഇപ്പോൾ നിങ്ങളെ കാണുന്നു, ആ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. മനുഷ്യൻ്റെ കരങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളോ നിങ്ങളെ ചേർത്ത് പിടിക്കും. മനുഷ്യൻ്റെ കരങ്ങൾ അത് വിമർശിക്കാനും അത് കുറ്റപ്പെടുത്താനും അത് തള്ളിക്കളയാനും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങളെ പിടിച്ചുയർത്താൻ ദൈവത്തിൻ്റെ കരം നിങ്ങളിലേക്ക് കടന്നു വരും. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കരം ഇതാ നിങ്ങളെ തൊടുന്ന സമയം, ദൈവത്തിൻ്റെ കരം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമയം, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയം വിശ്വസിക്കുന്നെങ്കിൽ ആരാധനയുടെ ഈ സമയം മനസ്സുരുകി ഹൃദയം നുറുങ്ങി ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ആരാധനയിൽ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരുന്ന, അങ്ങ് ഇടപെടുന്ന അത്ഭുത നിമിഷങ്ങളെ അങ്ങ് സമ്മാനിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇവിടെ നടക്കണമേ. ഓരോ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ കാണാൻ ഇടവരണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു, യേശുവേ നന്ദി പറയുന്നു, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി പറയുന്നു. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ഈ വരികളൊന്ന് ചേർന്ന് പാടാമോ? ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ഈ ആരാധനയുടെ സമാപന സമയത്തോടടുക്കുമ്പോൾ ഈ 11ാമത്തെ ദിവസം നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ ഈ അൽത്താരയിലേക്കൊന്ന് സമർപ്പിക്കണം. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ കണ്ണുകൾ ഇപ്പോൾ നിങ്ങളെ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വീടിൻ്റെ ആ ഓരോ മുറികളും ഓരോ അവസ്ഥയും ആ സിറ്റുവേഷൻ ദൈവത്തിനറിയാം, ആ സാഹചര്യം ദൈവത്തിനറിയാം. നിങ്ങൾ എന്ത് കാര്യത്തിലാണ് വിങ്ങുന്നത് എന്ന് തൊട്ടടുത്ത മുറിയിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. തൊട്ടടുത്ത കസേരയിലിരിക്കുന്ന
നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഈ കാണുന്ന ദൈവത്തിന് നിങ്ങളുടെ മനസ്സിൻ്റെ പൾസ് അറിയാം, നിങ്ങളുടെ വേദനയുടെ ആഴമറിയാം. അതുകൊണ്ട് നിങ്ങളോട് ഈ 11ാമത്തെ ദിവസത്തെ ആരാധനയിൽ ഉറക്കെ പറയുന്നു, വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള നന്മകൾ നിങ്ങൾ കാണും. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ അനുഭവിക്കും. ദൈവം നിങ്ങൾക്കായി ഈ ഒരു ശാലോം TV-യിലൂടെ ഒരുക്കുന്ന ആ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ, അത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റുചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയേ, കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണുകൾ കൊണ്ട് കാണാൻ, ഹൃദയത്തിൽ അത് അനുഭവിക്കുവാൻ, ഞങ്ങളുടെ ഭവനത്തിൽ അത് ഒരു വിടുതലാകുവാൻ കാരണമാകണമേ. ഈ ആരാധന എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ലോകത്തിൽ മുഴുവനും വലിയൊരു അഭിഷേകമായി, അനുഗ്രഹമായി അങ്ങ് മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഈ ആരാധന ഓരോ കുടുംബങ്ങൾക്കും അനുഗ്രഹമാക്കുന്നതിന്, സൗഖ്യമാക്കുന്നതിന്, വിടുതലാക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവങ്ങൾ, ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഏറ്റെടുക്കുന്ന അനുഭവങ്ങൾ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടുവെന്ന്. എനിക്കുറപ്പുണ്ട് ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളുടെ വേദനകളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഈ 11ാമത്തെ ദിവസം ഒരുങ്ങുകയാണ്. 10 ദിവസം പ്രാർത്ഥനയിലൂടെ കടന്നുപോയി. ഇത് 11ാമത്തെ ദിവസമാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൂടെയുള്ളവരും പ്രിയപ്പെട്ടവരും ഒക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഈ സമയത്താകാൻ കഴിയുമോ അതുപോലെ ഒന്നായിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. ഒന്ന് ആരാധനയുടെ ഈ ആശീർവാദ സമയത്ത് ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് മനുഷ്യരുടെ കയ്യിലല്ല ഇരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലുള്ളതിനെ പ്രാർത്ഥനയിൽ എടുക്കുന്ന സമയമാണ്, പ്രാർത്ഥനയിൽ അത് സ്വീകരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനായി അത് സമർപ്പിക്കുന്നു. നിങ്ങൾ ഇന്ന് സമർപ്പിച്ച വിഷയത്തിൽ ഒരു കാര്യം പോലും നാളെ ഒരു സമയത്ത് അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ കൊടുത്ത ഈ ഒരു കാര്യത്തെ ഓർത്ത് നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങൾ പ്രാർത്ഥന കൂടിയ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെന്ന കുടുംബം ദൈവത്തിന് പ്രിയപ്പെട്ട കുടുംബമാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടില്ലായിരുന്നു, നിങ്ങളിത് കാണില്ലായിരുന്നു, ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കില്ലായിരുന്നു, ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കില്ലായിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടും ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ മരുഭൂമിയിലൂടെ ദൈവം നിങ്ങളെ നയിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ, മരുഭൂമിയിൽ വെച്ച് നിങ്ങളത് കണ്ടതാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരനുഭവം നമുക്കും ദൈവം തരും. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച് ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഈശോയുടെ ആശീർവാദവും അനുഗ്രഹവും എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തി ജീവിതങ്ങളിലേക്ക് എല്ലാം കടന്നു വരുന്നൊരു സമയമാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്ന സമയമാണ്. എൻ്റെ ആവശ്യങ്ങളിലേക്ക് ദൈവം വരുന്ന സമയമാണ്. കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളെ അനുഭവിക്കാൻ ഇടയാക്കണമേ. ഈ പ്രാർത്ഥന 33 തവണ ആവർത്തിച്ച് ചൊല്ലുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.